നമസ്തേ. ഇന്ന് ഗുരുപൂർണിമ, ആഷാഢമാസത്തിലെ പൗർണമി, ഭഗവാൻ വേദവ്യാസ ജന്മദിനം. ഗുരുപൂർണിമ സന്ദേശം നൽകുവാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഭഗവാൻ വേദവ്യാസനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതത്തിൻ്റെ 1,25,000 ശ്ലോകമുള്ള മഹാഭാരതത്തിൻ്റെ രചയിതാവ്. അതോടൊപ്പം ശ്രീമദ് ഭാഗവതം, മഹാഭാരതത്തിൽ ഉൾപ്പെട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത, 18 പുരാണങ്ങൾ, ബ്രഹ്മസൂത്രം, അതോടൊപ്പം വേദങ്ങളെ തരംതിരിച്ചു, വേദങ്ങൾ വ്യസിച്ചു. അതുകൊണ്ട് വേദവ്യാസൻ എന്ന് പേര് ലഭിച്ചു. കൃഷ്ണദ്വൈപായൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 18 പുരാണങ്ങൾ പഠിച്ചാൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാകേണ്ടത്, അതിൻ്റെ സാരം എന്താണ്, അതൊരു 2 വരിയിൽ ഒരു ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ശ്ലോകം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ ഗുരുപൂർണിമ സന്ദേശത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഷ്ടാദശ പുരാണത്താൽ വ്യാസൻ ചൊന്നത് 2 താൻ, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഇതാണത്രേ ഈ 18 പുരാണങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാരം. പരോപകാരം ആണ് പുണ്യം, പാപം എന്നുള്ളത് പരപീഡനം. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് പാപം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് പുണ്യം. ഇത് തന്നെ വളരെ വേറൊരു വരിയിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും പ്രതിപാദിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഈ 18 പുരാണങ്ങളുടെ സാരം ഈ ശ്ലോകത്തിലാണ്. ഒന്നുകൂടി ആ ശ്ലോകം പറയാം. അഷ്ടാദശ പുരാണത്താൽ വ്യാസൻ ചൊന്നത് 2 താൻ, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. നമസ്തേ.